പ്രിയരെ, ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സൈലേജ് മേക്കിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ ഫാം ലാഭകരമായി പോകണമെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ് കൺട്രോൾ ചെയ്യപ്പെടണം, ചിലവുകൾ നിയന്ത്രിക്കപ്പെടണം. ചിലവ് നിയന്ത്രിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. നമുക്കറിയാം, ഫാമിൻ്റെ ടോട്ടൽ ചിലവിൽ ഏതാണ്ട് 70% പശുക്കളുടെ ആഹാരത്തിന്, ഫീഡിങ്ങിനാണ് ചിലവാകുന്നത്. അപ്പോൾ അതിൽ ഒരു കർശനമായ നിയന്ത്രണമില്ല എങ്കിൽ നമുക്ക് ഫാം ലാഭകരമാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഫീഡിൽ നിയന്ത്രണം ഉണ്ടാക്കുന്നത്? സാധനങ്ങളുടെ വില സീസണലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ വില സീസണലാണ്. ഉദാഹരണം സൈലേജ്, അതും സീസണലാണ്. ഈ സീസണിൽ ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി വാങ്ങി വയ്ക്കുക എന്നതാണ് അഭികാമ്യം. ഇതിൽ ഒരു 10 പൈസ വ്യതിയാനം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയൊരു മാറ്റമായിരിക്കും. ഒരു ദിവസം നമ്മളൊരു 100 കിലോയുടെ സൈലേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 പൈസയുടെ വ്യതിയാനം എന്ന് പറഞ്ഞാൽ 10 രൂപ വ്യത്യാസം. അപ്പോൾ 360 ദിവസം അപ്പോൾ 3650 രൂപയുടെ വ്യത്യാസം നമുക്ക് വന്നു കഴിഞ്ഞു, 10 പൈസയിൽ വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ. ഇപ്പോൾ ചോളത്തിൻ്റെ വില ഏതാണ്ട് ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇനി വീണ്ടും കൂടും, പിന്നെയും കുറയും. ഇങ്ങനെ സീസണലാണ്. അപ്പോൾ സീസണിൽ എപ്പോഴാണ് കിട്ടുന്നത്, അപ്പോൾ നമ്മൾ പരമാവധി വാങ്ങി സംഭരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്കിവിടെ ഒരു സൈലേജ് ബങ്കർ, ഞങ്ങൾക്കിവിടെ ഒരു 4 സൈലേജ് ബങ്കറുണ്ട്. ഇത് ഓരോന്നും 3 മീറ്റർ പൊക്കം, 14 മീറ്റർ നീളം, 6.1 മീറ്റർ വീതിയാണ്. ഇതെല്ലാം ഡബിൾ ലെയേർഡ് കമ്പി കൊണ്ടാണ്, ഡബിൾ ലെയറിൽ കമ്പി ചെയ്ത് RCC ആണ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. ഇത് 10 ഇഞ്ച് വീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര പ്രഷർ ചെലുത്തിയാലും ഇത് മറിഞ്ഞു പോവില്ല. പിന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥ പരിഗണിച്ചിട്ട് ഇതിന് മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ റൂഫിങ് കാണില്ല, കാരണം അവിടെ മഴ കുറവാണ്. അവിടെ ഒരു 1-2 മാസമേ അവർക്ക് മഴയുള്ളൂ. നമുക്കങ്ങനല്ല, 8 മാസവും മഴയാണ്. അപ്പോൾ സൈലേജ് നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനം ഒരു എനറോബിക് കണ്ടീഷൻ, ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷൻ നിലനിർത്തുക എന്നതാണ് സൈലേജിൻ്റെ ക്വാളിറ്റി. നമ്മൾ ഈ എൻസൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചോളമാണ് നമ്മൾ എൻസൈൽ ചെയ്യുന്നത്. ചോളം ചോപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ നിരത്തി ബങ്കറിൽ നിരത്തി മൂടി വയ്ക്കുക. എയർ ടൈറ്റ്, വാട്ടർ ടൈറ്റായിട്ട്, വായു കടക്കാതെ വെള്ളം കടക്കാതെ മൂടി വയ്ക്കുക എന്നതാണ് എനറോബിക് കണ്ടീഷൻ, ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫെർമെൻ്റ് ചെയ്യും. നമ്മൾ ബിയറും ഒക്കെ ഫെർമെൻ്റ് ചെയ്യുന്ന പോലെ ഒരു ഫെർമെൻറ്റേഷൻ മെത്തഡാണ്. ഓക്സിജൻ ആവശ്യമില്ലാത്ത ബാക്ടീരിയ പ്രവർത്തിച്ച് ഇതിനെ അഴുക്കാതെ സൂക്ഷിക്കും. ഏതെങ്കിലും വശത്തുകൂടെ ഓക്സിജനോ വെള്ളമോ കയറുകയാണെങ്കിൽ ആ ഭാഗം അഴുകി ചീത്തയായി പോകും. അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഫാമിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി സൈലേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ക്വാളിറ്റി സൈലേജിൽ ഒരു 35% വരെ ഡ്രൈ മാറ്റർ ഉണ്ടാകും. എന്നാൽ നമ്മൾ അത്രയും ഒരു ക്വാളിറ്റി കോൺഷ്യസ് ഒന്നും അല്ല. നമ്മൾ അതൊക്കെ ആകണമെങ്കിൽ നമ്മൾ ഈ സൈലേജിൻ്റെ ചോപ്പ് ചെയ്യുന്ന അപ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്നും നമുക്ക് ഇപ്പോൾ സാധ്യമാകുന്നില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് സൈലേജിൻ്റെ ഈ ചോളപ്പുല്ല് കൊണ്ടുവരുന്നത്. ഇത് ചോപ്പ് ചെയ്ത് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങൾ ഇറക്കി ഇതിനകത്ത് കയറ്റി പ്രസ് ചെയ്താണ് സൈലേജ് ഉണ്ടാക്കുന്നത്. 4 വശത്തും ടാർപോളിനിട്ട് മൂടി, അതിൻ്റെ മുകളിൽ റബ്ബർ മാറ്റ് ഇട്ട്, അതിൻ്റെ മുകളിൽ പരമാവധി വെയിറ്റ് വയ്ക്കുമ്പോൾ അത് എയർ ടൈറ്റ്, വാട്ടർ ടൈറ്റ് ആയിട്ടിരിക്കും. ഒരു 42 ദിവസം കഴിയുമ്പോൾ അതൊരു എക്സലൻറ്റ് ക്വാളിറ്റി സൈലേജായി മാറും. ഞങ്ങളിതിനകത്ത്, എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇതിനകത്ത് ഇനോക്കുലൻസ് എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഷൻ ദ്രുതഗതിയിലാക്കാൻ ഉപകരിക്കുന്ന ഇനോക്കുലൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. ശർക്കര പാനിയും ഇതൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. കാരണം നമ്മളുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എയർ ടൈറ്റ്, വാട്ടർ ടൈറ്റ് ആയിട്ടിരുന്നാൽ തന്നെ കൃത്യമായ ഫെർമെൻറ്റേഷൻ നടക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാറില്ല. നല്ല ഫ്ലേവറുള്ള, മണമുള്ള സൈലേജിനാണ് കിട്ടുന്നത്. പശുക്കൾ നല്ലതുപോലെ കഴിക്കുകയും ചെയ്യും. ഇനി ഇതാണ് ഫണ്ടമെൻ്റൽ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിണ്ണാക്കുകൾ കോൺസെൻട്രേറ്റ് കൊടുക്കുന്നതിലല്ല, നല്ല ക്വാളിറ്റി ഫോറേജ് കൊടുക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഫാം വിജയത്തിലേക്ക് വരികയുള്ളൂ. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി സൈലേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ പ്രസൻസ് ഉണ്ടാവുക എന്ന് തന്നെയാണ്. ഞാൻ പഞ്ചാബിലൊക്കെ ചില ഫാമുകൾ പോയപ്പോൾ അവരെൻ്റെ സൂചിപ്പിച്ചത്, എല്ലാ വർഷവും മെയ് മാസത്തിൽ ഒരു 1000 പശുക്കൾ ഫാമിൽ പോയപ്പോൾ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം 15,000 ടൺ സൈലേജാണ്
മെയ് മാസത്തിൽ ഉണ്ടാക്കുന്നത്. മെയ് മാസത്തിൽ അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഈ സൈലേജ് ഉണ്ടാക്കണം. ഒരു വർഷത്തേക്കുള്ള പശുക്കളുടെ മുഴുവൻ ഫീഡും അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നത് മെയ് മാസത്തിലാണ്, ഒരു വർഷത്തേക്കുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് 15,000 ടൺ. അദ്ദേഹം കണക്കുകൂട്ടി പറയും, ഒരു 10 പൈസ കൂടുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയും. അത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര ആനിമൽസ് ഉണ്ടോ അതനുസരിച്ചുള്ള സൈലേജ് ഉണ്ടാക്കി വയ്ക്കുക എന്നതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ഫാം തുടങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അത് സൈലേജ് ബങ്കറിൽ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ചിലവുള്ള കാര്യം തന്നെയാണ്, സൈലേജ് ബങ്കർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒരു 20-30 പശുക്കളൊക്കെ ഉള്ള ഒരു ഫാമിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈലേജ് ബങ്കർ കീപ്പ് ചെയ്ത് ഒരു വർഷത്തേക്കുള്ള ഫീഡ് മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ, ഒന്ന്, നമുക്ക് മനസമാധാനം വരും. 2, നമ്മളുടെ പശുക്കൾക്ക് ഒരേ ക്വാളിറ്റിയിലുള്ള ആഹാരം കൊടുക്കാൻ പറ്റും. അതാണ് പശുവിൻ്റെ റൂമിൻ്റെ പ്രത്യേകത. ഒരേ ക്വാളിറ്റിയുള്ള ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഫാമിൽ അസുഖങ്ങൾ ഉണ്ടാകില്ല. അത് 24 മണിക്കൂർ നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, 24 hours ഫീഡിങ്, അത് ഒരേ ക്വാളിറ്റിയുള്ള ഫീഡിങ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ഫാമിൽ വിജയിക്കും. അതാണ് വിജയത്തിൻ്റെ ആദ്യപടി. ഇനി ഞാൻ ആ സൈലേജ് മേക്കിംഗ് പ്രോസസ്സ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ സൈലേജ് അൺലോഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. എക്സ്ക്യൂസ് മീ വരാമല്ലോ. ഇത് ഞങ്ങൾ ചോളം സൈലേജ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് സൈലേജ് ഹിറ്റാച്ചിയിൽ വെച്ച് ഞങ്ങൾ തള്ളി ഇറക്കുകയാണ്. ഇതാണ് പ്രവർത്തനം നടക്കുന്നത്. ഇനി ഇതെല്ലാം ഇറക്കിയതിന് ശേഷം അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഹിറ്റാച്ചി കയറി നല്ലപോലെ പ്രസ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾക്ക് 4 വീൽ ട്രാക്ടറുണ്ട്. അതും കുറച്ചുകൂടെ വെയിറ്റുള്ള സാധനമാണ്. അതും കൂടെ ചേർത്ത് പരമാവധി പ്രസ് ചെയ്യും. പ്രസ്സിങ്. അതുതന്നെയാണ് സൈലേജ് മേക്കിങ്ങിൻ്റെ വിജയം. ഏറ്റവും ഭംഗിയായി പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും എയർടൈറ്റായിട്ടിരിക്കും. അതിനുശേഷം 4 വശത്തൊന്നും ടാർപോളിൻ, നല്ല ക്വാളിറ്റി ടാർപോളിനുണ്ട്. അതുകൊണ്ട് മൂടി കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് വെയിറ്റോടെ വയ്ക്കുമ്പോൾ സൈലേജ് നിർമ്മാണം കഴിഞ്ഞു. സൈലേജ് നിർമ്മാണം, നല്ല ക്വാളിറ്റി സൈലേജ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് ഒരു വർഷത്തേക്കായിരിക്കും. ഞാനിപ്പോൾ ചെയ്തേണ്ടൊരു 140 ടൺ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ഏതാണ്ടൊരു 180-200 ദിവസം വരെ ഇപ്പോഴത്തെ പശുക്കളുടെ അളവിൽ നിൽക്കും. അതിനോടൊപ്പം തന്നെ സൈലേജ് മാത്രം കൊടുക്കരുത്. സൈലേജിനോടൊപ്പം എപ്പോഴും കുറച്ച് പുല്ല് കൊടുക്കാൻ നല്ലതാണ്. അതോടൊപ്പം തന്നെ വൈക്കോൽ, ഞാനിവിടെ വീറ്റിൻ്റെ ബൂസ ആണ് മിക്സ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് തന്നെ വരുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫോറേജിൽ പ്രധാനമായി സൈലേജ്, അതിനോടൊപ്പം പുല്ല്, അതിനോടൊപ്പം വൈക്കോൽ, അത് മൂന്നൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് കോൺസെൻട്രേറ്റ് ചേർത്താണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് രസകരമായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് നിങ്ങളും ഇങ്ങനെയൊക്കെ ആലോചിക്കുക. നമുക്ക് ഒത്ത് മുന്നേറാൻ കഴിയണം. ഇതെല്ലാം ഈ സൈലേജ് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ക്വാളിറ്റി ഫീഡ്. ഈ സൈലേജ് തുടങ്ങുന്നതൊക്കെ യൂറോപ്പിലാണ്. കാരണം അവർക്ക് 6 മാസമേ പുറത്തിറങ്ങാൻ പറ്റൂ. അതിശൈത്യമാണ് അടുത്ത 6 മാസം. അപ്പോൾ ഈ 6 മാസം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സമ്മർ ടൈം എന്ന് പറയുന്ന സമയത്താണ് അവർ അടുത്ത 6 മാസത്തേക്കുമുള്ള സൈലേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത 6 മാസം മനുഷ്യനും പശുക്കളും എല്ലാം ഷെഡിനകത്താണ്. കാരണം അവിടുത്തെ ഷെഡ് നമ്മൾ പോലെ തുറസായിട്ടല്ല ചെയ്യുന്നത്, ക്ലോസ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം അവരുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ തണുപ്പകത്ത് പ്രവേശിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ അവർ ഈ സൈലേജ് എല്ലാം, ഒരു കൊല്ലത്തേക്കുള്ള സൈലേജ് എല്ലാം വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പരമാവധി പ്രസ് ചെയ്ത് റെഡിയാക്കി വെക്കും. ആ സൈലേജാണ് ഒരു നിരന്തരം കൊടുക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം, പശുക്കൾക്ക് ഒരേ ക്വാളിറ്റി ഫീഡ് ഡിസ്പെൻസ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ഡിസ്പെൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, പശുക്കൾക്ക് പിന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകില്ല. നല്ല ക്വാളിറ്റി ഫീഡിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലാമിനൈറ്റിസ്, കുളമ്പിനുണ്ടാകുന്ന ക്ഷതം ഉണ്ടാകില്ല. ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകില്ല. പാലിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകില്ല. പാലിൻ്റെ ക്വാളിറ്റിയിൽ വ്യതിയാനം ഉണ്ടാകില്ല. എല്ലാ രീതിയിലും ഫാമിൽ മികച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി ഫോറേജ് കൊണ്ടുവരിക. കോൺസെൻട്രേറ്റ് നമുക്ക് വാങ്ങിക്കാം, ചിലപ്പോൾ വില വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ക്വാളിറ്റി ഫോറേജ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കുക, മുന്നേറുക. നല്ലത് വരട്ടെ. ബങ്കറിൻ്റെ ഫില്ലിംഗ് കഴിഞ്ഞു.
ഏതാണ്ട് 135 ടണ്ണാണ് ഇപ്പോൾ നമ്മൾ നിറച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ റബ്ബർ മാറ്റ് ഇട്ടു. അതിൻ്റെ മുകളിൽ മണൽ ചാക്കാണ് നിറച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ സൈലേജ് മേക്കിങ്ങിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് പ്രസ്സിങ്. ഇപ്പോൾ കാണുന്നത് 2 ദിവസത്തിന് ശേഷമുള്ള ക്ലിപ്പിങ്സാണ്. അതിൽ നിന്ന് ആ പ്രസ്സിങ് കാരണം ജ്യൂസ് ഇറങ്ങി താഴെ വരുന്നുണ്ട്. മോയ്സ്ചർ എല്ലാം കംപ്ലീറ്റ് താഴെ ഇറങ്ങി വരും. സൈലേജ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ്, വാട്ടർ ടൈറ്റായിട്ട് വെക്കുക എന്നതാണ്. അപ്പോൾ പ്രസ്സിങ് കാരണം എയർ ടൈറ്റായി അതിനകത്തുള്ള ജ്യൂസും താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇനി 42 ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് സൈലേജ് ആയിരിക്കും. പൂർണ്ണമായും എൻസൈൽഡായ നല്ല ക്വാളിറ്റി സൈലേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.